നമസ്കാരം സുഹൃത്തുക്കളെ, വൺസ് അഗൈൻ വെൽക്കം ടു മൈ ടോക്ക് ഷോ. എൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് അത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തരുക എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. കാരണം മലയാളത്തിലെ പല ചാനലുകൾക്കും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ആദ്യമേ ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസം മലയാള മാധ്യമങ്ങൾ പറഞ്ഞു നെതന്യാഹു ട്രംപ് അറിയാതെയാണ് ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചത് എന്ന് ട്രംപ് ശകാരിച്ചു എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ആദ്യമേ ഞാൻ പറയട്ടെ, ഇവന്മാർ രണ്ടുപേരും റാം ബലരാമൻ പോലെയാണ്. ഓക്കെ, ഇവരറിയാതെ ഒരു പരിപാടിയില്ല. ഡെയിലി രണ്ടുപേരും 1.5 മണിക്കൂർ ഫോൺ വിളി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പരസ്പരം പറയുമായിരിക്കും, ഓ അവൻ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല, അവൻ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പലപ്പോഴും പറയും. ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ടാറ്റിക്സ് മാത്രമാണ് ഇത്. ആദ്യം മനസ്സിലാക്കുക. ഇനി പറയാൻ പോകുന്ന യുദ്ധം നീണ്ടുപോകുമ്പോൾ എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ? ഒരുപാട് പേർക്ക്, പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. യുദ്ധം നീണ്ടു തന്നെ പോകും. കാരണം അമേരിക്കയുടെ അല്പം പ്രതീക്ഷകളൊക്കെ, അല്ല അമേരിക്കയുടെ ചില ഈ പറയുന്നവരും അതൊക്കെ തെറ്റിപ്പോയിരിക്കുകയാണ്. കാരണം $200 ബില്യൺ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 200 ബില്യൺ നല്ലൊരു സംഖ്യയാണ്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യുദ്ധം നീണ്ടു തന്നെ പോകുന്നതായിരിക്കും, അത്യധികം കാലം മുന്നോട്ട് പോകുന്നതായിരിക്കും. അതായത് അമേരിക്കയുടെ രീതി എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേര് സംശയിക്കായിരിക്കും എങ്ങനെ പിടിച്ചടക്കും. ഒരു മലയാള മാധ്യമങ്ങളും പറയാത്തൊരു കാര്യമുണ്ട്. ഹോർമുസ് കടലിടുക്കിന് മുകളിൽ കൂടി പാഷെ 10 AH-64S അമേരിക്കൻ ഡ്രോണുകളും, ഡ്രോൺ ആദ്യം ഡേറ്റ കളക്ട് ചെയ്യും, അതിനുശേഷം അപ്പാഷെ 10 AHS എന്ന് പറയുന്ന എയർക്രാഫ്റ്റുമാണ് സ്കാനിങ് ആണ് അവിടെ നടക്കുന്നിരിക്കുന്നത്. ആക്രമണമല്ല, വിഴുപ്പലക്കി തുടച്ചു തീർക്കുക, അത് ഫ്രീലി പറക്കുകയാണ്. ഞാൻ പറയുന്നത് ഏതെങ്കിലും ശത്രുരാജ്യം, അതായത് ഏത് രാജ്യത്തായാലും ഈ പറയുന്ന അപ്പാഷെ 10 AH-64S ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പറക്കുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ കാര്യം മറന്നേക്കുക, നിങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. മലയാള മാധ്യമങ്ങൾ പറയുന്ന നുണയല്ല ഞാൻ പറയുന്നത്. ഈ രണ്ടെണ്ണം പറക്കലാണ്. എന്താണ് അമേരിക്കൻ ലക്ഷ്യം? എന്തിനാണ് ഹോർമസ് കടലെടുക്ക്? ലക്ഷ്യം ഒന്ന് തന്നെ. അവിടെ 8ഓളം തുറമുഖങ്ങൾ ഹോർമസ് കടലെടുക്കുമായി ബന്ധപ്പെട്ടുണ്ട്. ഇറാന്റെ എണ്ണ കൈകാര്യം ചെയ്യുക. 2 ദിവസം മുമ്പ് ട്രംപ് പറഞ്ഞു ലോകത്തിന് ആർക്കും ഇറാന്റെ എണ്ണ വാങ്ങാം, ഇറാന്റെ എണ്ണയ്ക്ക് നാളെ മുതൽ ഉപരോധമില്ല. ട്രംപ് വിളിച്ചു പറയുകയാണ്, ഞാനാണ് ഇനി ഇവിടുത്തെ എണ്ണ കൈകാര്യം ചെയ്യുന്നത്. സത്യമല്ലേ? ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. നാണം കെട്ട പരിപാടിയല്ലേ? അതായത് ഈ യുദ്ധത്തിന് ചിലവാക്കുന്ന ഓരോ തുകയും ട്രംപ് തിരിച്ചു പിടിക്കും. 200 ബില്യൺ, 500 ബില്യൺ എണ്ണ വിറ്റ് അവൻ തിരിച്ചു പിടിക്കും. 8ഓളം തുറമുഖങ്ങൾ, യൂറോപ്പിലേക്ക് പോകുന്ന ഓരോ കപ്പലിനും ചുങ്കം അവൻ പിരിക്കും. ഞാൻ പറയുന്നു എൻ്റെ പ്രിഡിക്ഷൻസ്. സാധാരണ തെറ്റാറില്ല, പക്ഷെ ചിലപ്പോൾ തെറ്റിപ്പോകാറുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്നു ഇവൻ പിടിച്ചടക്കുന്നതായിരിക്കും ഈ പറയുന്ന 8ഓളം തുറമുഖങ്ങൾ. ഇവൻ എന്തുകൊണ്ടാണ് ഇത് പിടിച്ചടക്കുന്നത്? കാരണം ഇനിയൊരു കമേനി അവന് കൊണ്ടുവരാൻ താല്പര്യമില്ല. എങ്ങനെയാണ് കമേനിയായി മാറിയത്? എണ്ണയുടെ പണം കൊണ്ട്. എണ്ണയുണ്ടെങ്കിൽ പണമുണ്ട്, പണമില്ലെങ്കിൽ കമേനി ഉണ്ടാകില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഡീകാപ്പാസിറ്റേഷൻ, തലവെട്ട്, റെജീം ചേഞ്ച്. ആദ്യം എണ്ണ പിടിച്ചടക്കി, വരുമാനം ഇല്ലാതാക്കി, ഇനിയാണ് ഈ പറയുന്നത്. ഇനിയിപ്പോൾ അവിടെ ആർക്കൊണ്ടിട്ട് എന്ത് കാര്യമുള്ളത്? കാരണം എണ്ണയില്ലെങ്കിൽ ഒരു പരിപാടി ഇല്ലോ. അത് ഇനി വരാൻ പോകുന്ന അവിടെ ഏതെങ്കിലും ഒരു പാവ സർക്കാരിനെ കൊണ്ട് സ്ഥാപിക്കുന്നതായിരിക്കും. ഇവിടെ അപ്പോൾ അവിടെ നടക്കുന്നു വെച്ചാൽ, അമേരിക്കയും ഇസ്രായേലും കൂടി ചെയ്യുന്നു വെച്ചാൽ അവിടെ പരിപാടി എന്ന് പറയുന്നത് അത്യാവശ്യം അവിടെ എല്ലാ ഏരിയകളും തകർത്ത് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു അറിയാൻ കഴിയുന്നു. ഏകദേശം അമേരിക്ക 8ഓളം സ്പെഷ്യലിസ്റ്റ് കമാൻഡോകൾ പോവുകയാണ്. അവർ കമാൻഡോകൾ എത്തുന്നതിന് മുമ്പ് ഈ പറയുന്ന അപ്പാഷയും പിന്നെ AH-64 എല്ലാം അടിച്ചൊതുക്കിയിരിക്കുകയാണ്. അതായത് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇറാന്റെ മിസൈലുകൾ, ഡ്രോണുകൾ, നാവികസേന, വ്യോമസേന, എയർ ഡിഫൻസ് എല്ലാം തകർക്കും. യുറേനിയം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും പിടിച്ചുകൊണ്ടുവരും. ഈ ലക്ഷ്യം വല്ലാത്ത ലക്ഷ്യമാണ്. പക്ഷെ ഇവർക്ക് അല്പം പാളിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഇറാന്റെ ഷഹീദ് മിസൈലിനെ, ഈ ഷഹീദ് ഡ്രോണുകളെ പറ്റി ഇവന്മാരൊന്നും പഠിച്ചിട്ടില്ല. ഇവർക്ക് ഇതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ ഉക്രൈനിൽ പോയാൽ മതി. ഉക്രൈൻ മാസങ്ങളായി ഷഹീദിനെ ഇന്റർസെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ കടന്നു വരാൻ പോകുന്ന വിഷയം വളരെ ഗംഭീരമാണ്, നിങ്ങൾ കേട്ടേ പറ്റൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ചെങ്കടലിന്റെ കാവൽക്കാരനായിട്ട് ഇനി വരാൻ പോകുന്ന ഇസ്രായേലാണ്. ഇതാണ് സുന്നി ദേശങ്ങളെ ഏറ്റവും കൂടുതൽ തലവേദനയിലാക്കുന്നത്. കാരണം അപ്പോൾ ശരിയാണ്, അവർക്കിപ്പോൾ ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിക്കണം. അവരുടെ എണ്ണ വിൽപ്പന ശേഷി ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. നമ്മൾ കണ്ടതാണ്, അറാംകോയിൽ ആക്രമണമുണ്ട്. പിന്നെ ഏറ്റവും വലിയ എണ്ണപ്പാടമായിട്ടുള്ള നമ്മുടെ ഖത്തറിൽ ആക്രമണം നടന്നു. അങ്ങനെ രണ്ട് ദേശങ്ങളുടെയും എണ്ണ വിൽപ്പന ശേഷി കുറഞ്ഞു. എണ്ണയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ എൻ്റെ അറിവിൽ ഇന്നലെ ഒരു കുടുംബം
ദുബായിൽ അടുത്ത മാസം 15-ാം തീയതി വെക്കേഷന് പോകേണ്ട കുടുംബമായിരുന്നു. അവർ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. ടൂറിസം മേഖല താഴേക്ക് വരികയാണ്. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ യുദ്ധം 15 മുതൽ 20 ദിവസം മുന്നോട്ട് പോവുകയാണെങ്കിൽ മധ്യപൂർവേഷ്യയിലെ നമ്മുടെ ഗൾഫ് ദേശം, അതായത് മലയാളിക്ക് അന്നം തരുന്ന ഗൾഫ് ദേശങ്ങൾ പട്ടിണിയിലേക്ക് ആകുമോ? കാരണം അവിടെ സാമ്പത്തിക വ്യവസ്ഥ തകർന്നേക്കാം എന്ന് ഞാൻ പറയുന്നത്. എനിക്ക് ഉറപ്പില്ല. ഉദാഹരണത്തിന് റിയൽ എസ്റ്റേറ്റ് വിലകൾ ഇടിയുന്നു. 200 കോടി ആസ്തി 100 കോടിക്ക് പലരും ബാങ്കിൽ വെച്ചിട്ടാണ് പലരെടുക്കുന്നത്. ഈ പറയുന്ന ആസ്തി 100 അല്ലെങ്കിൽ 50 കോടിയായി താഴേക്ക് വന്നാൽ ദുബായ് പോലുള്ള പല പ്രദേശങ്ങളിലും സാമ്പത്തികമായ സ്ഥിതി താഴേക്ക് വരികയാണ്. എണ്ണ അല്ലെങ്കിൽ പ്രകൃതിവാതകം ഈ പറയുന്നത് അതിന്റെ കൺട്രോൾ ഇനി നഷ്ടപ്പെടുകയാണ്. അതിന് ആരുടെ കയ്യിലേക്കാണ് പോകാൻ പോകുന്നത്? ഇസ്രായേൽ, അമേരിക്കൻ ആ ഒരു കയ്യിലേക്ക് പോകാൻ പോവുകയാണ്. എവിടുന്ന്? അതായത് മധ്യപൂർവേഷ്യയിലെ സുന്നി രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് അമേരിക്കയും ഇസ്രായേലും കൈകളിലേക്ക് പോവുകയാണോ? അതിനുള്ള ശ്രമമാണോ ഈ പറയുന്ന സ്റ്റേറ്റ് ഹോർമുസ്? ശരിക്കും ഇറാനെ തകർത്ത് തന്നെ സ്റ്റേറ്റ് ഹോർമുസ് പിടിച്ചെടുക്കാൻ വേണ്ടിയാണോ ചിന്തിക്കേണ്ടിയിരിക്കുന്നു? കാരണം എനിക്ക് വ്യക്തമായി അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അറബിലെ ദേശങ്ങളോട്. അത് പറയുന്നത് നിങ്ങൾ പണം ഉണ്ടായിട്ട് കാര്യമായിട്ടില്ല, പ്രതിരോധ ശേഷി ഉണ്ടായിട്ട് കാര്യമായിട്ടില്ല, ശത്രുവിനെ പോയി അടിക്കാനുള്ള കഴിവ് ഉണ്ടാക്കണം. അതാണ് ഇന്ത്യ ചെയ്യുന്നത്. ഇപ്പോൾ ശത്രുവിനെ അവരുടെ ഏരിയയിൽ പോയി അടിക്കാനുള്ള കഴിവ്, കുറെ ഇന്റർസെപ്റ്റേഴ്സ് വാങ്ങി വെച്ചുകൊണ്ട് വരുന്ന ഡ്രോണുകളെ അടിച്ചുകൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കുന്ന കാലമല്ല. ശത്രുവിന്റെ മേഖലയിൽ കടന്നു ചെന്ന് അവരുടെ ആക്രമണ ശേഷി ഇല്ലാതാക്കണം, പൂർണ്ണമായി തകർക്കണം. അത് മാത്രമേ ജയിക്കാൻ സാധിക്കുള്ളൂ. ഇതാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് ദേശങ്ങളിൽ വലിയ സമ്മർദ്ദം. ഒന്ന്, അവർക്ക് പ്രതിരോധ ശേഷി മാത്രമേ ഉള്ളൂ, അവർക്ക് അടിക്കാനുള്ള കഴിവില്ല, അവരുടെ എണ്ണ വ്യാപാരം കൈകളിൽ നിന്ന് പോകുന്നു, സാമ്പത്തികമായ സ്ഥിതി അവരുടെ താഴേക്ക് പോകുന്നു. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മലയാളിക്ക് ശുഭകരമായ സൂചനയല്ല എന്നുള്ളത് ഞാൻ അനുമാനിക്കുന്നു. ഉണ്ടാവാതിരിക്കട്ടെ. കാരണം നമ്മളെല്ലാവരും ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ മിഡിൽ ഈസ്റ്റിനെ, ഗൾഫ് ദേശങ്ങളെ ആശ്രയിച്ചാണ്. യുദ്ധം ഒരുപക്ഷെ നിൽക്കട്ടെ, നമ്മുടെ പഴയ പോലെ ഉയർന്നു വരട്ടെ നമ്മുടെ മധ്യപൂർവേഷ്യയിലെ സുന്നി ദേശങ്ങൾ.